ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനൊരു വേർഡ് പറഞ്ഞിട്ട് കുറേ നാളായി. പക്ഷേ ഇന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിക്കാത്തതാണ്. സോ ഒരു എക്സ് ഏവിയേഷൻ പ്രൊഫഷണൽ ആയതുകൊണ്ടും ഇപ്പോൾ കറൻ്റ്ലി ഒരു ഏവിയേഷൻ അക്കാഡമിയിലായതുകൊണ്ടും തന്നെ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെയ്യാൻ ഞാൻ മുൻകൈ എടുക്കേണ്ടി വരുന്നത് ഞാൻ ഒരിക്കലും ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. ബട്ട് ഹവർ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞാൻ ഗോത്രൂ ചെയ്ത ആ ഒരു ട്രാവലിൽ ഗോത്രൂ ചെയ്ത കാര്യങ്ങളും എൻ്റെ ബേബി സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും എനിക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി. ബിക്കോസ് നാളെ നിങ്ങൾക്ക് ആരും ഈ അവസ്ഥ വരരുത്. ആൻഡ് ഒരു 3 minutes ഷോർട്സ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 minutes പോലും ഇല്ല അത്. ആ ഒരു വീഡിയോ വെച്ചിട്ട് കുറേ അധികം പേര് ജഡ്ജ് ചെയ്ത കാര്യങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓരോരുത്തർക്കും എനിക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ ആ ഓരോ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചത്. സോ ജേണി തന്നെ ഞാൻ ആദ്യം പറയാം. കുറേ അധികം പേര് പറഞ്ഞൊരു കാര്യം, എന്താ പറയുക, ഒരു കയ്യിലെ ബാഗും ഒരു കയ്യിലെ ബേബി, അപ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലെന്ന്. ആ ഒരു 3 minutes വീഡിയോയിൽ ഞാൻ ആകെ ഒരു 1-2 മിനിറ്റിൻ്റെ ഒരു ഷോർട്സ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ത്രൂ ഔട്ട് ദ ജേണി ഞാൻ അതൊരു വ്ളോഗാക്കി എടുത്തിട്ടേ ഇല്ല. ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാനൊരു ഫുൾ ആ ട്രിപ്പ് പോയതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ബേബി കയ്യിലുണ്ട്, വേറെ കാര്യങ്ങൾ എനിക്ക് ടേക്ക് കെയർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗ് എടുത്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഒരു ജേണി, മെമ്മറീസ് അതൊക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ക്ലിപ്പാണ് എടുത്തത്. ആൻഡ് ഈ ഒരു ഇൻസിഡൻറ്റ് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ്, ഇത്രയും ഞാനത് പറഞ്ഞത് നാളെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫേസ് ചെയ്യേണ്ടി വരരുത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷെ എന്നാലും ഐ ഹാൻഡിൽഡ് ഇറ്റ്. ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരു ലേഡി, ഇപ്പം അധികം സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ പേടിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അതും എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ എന്തെങ്കിലും ഷോപ്പിൽ പോയാൽ തിരിച്ച് വീട്ടിൽ, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊന്നും തനിയെ പോകാൻ പറ്റില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെൻ്റെ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ഞാൻ പറയുന്നതല്ല. ദർ ആർ പീപ്പിൾ ലൈക്ക് ദിസ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ ഒബ്വിയസ്ലി ഇതുപോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ജേണിയിൽ ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് ഞാനെന്നല്ല, ഇപ്പോൾ കാണുന്ന കുറേ അധികം പേരും കമൻറ്റ് ചെയ്തേക്കുന്നവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പോർട്ടർ സർവീസ്, അതേപോലെ സ്പെഷ്യൽ ബാഗേജ് അസിസ്റ്റൻസ്, ഇതൊക്കെ എടുക്കാമായിരുന്നില്ലേന്ന്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഞാൻ UK പോകുന്ന സമയത്ത്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ ഹീത്രോയിലേക്കാണ് എടുത്തത് ടിക്കറ്റ്. അപ്പോൾ കൊച്ചി ടു ഹീത്രോ പോകുന്ന സമയത്ത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൻ്റെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഡ്രോപ്പ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ബാഗേജ് അസിസ്റ്റൻസിനായിട്ട് ഒരു ടീം തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏജൻസി ഉണ്ടാവും. അവർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യും, അങ്ങനെ അസിസ്റ്റൻസ് വേണം, ഇത്രയാണ് എമൗണ്ട് വരിക എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 3000 rupees ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ബിക്കോസ് എനിക്ക് തനിയെ എൻ്റെ കുട്ടീനെയും ബാഗ്സും എല്ലാം കൂടെ ഞാൻ ക്യാരി ചെയ്ത് പോകാനായിട്ട് ഞാനപ്പോൾ ഒരു ബാഹുബലിയൊന്നും അല്ലല്ലോ. അപ്പം ഞാനപ്പോൾ പറഞ്ഞു എനിക്ക് അസിസ്റ്റൻസ് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു സെക്യൂരിറ്റി വരെ ഉണ്ടാവും, അതിനാണ് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. സെക്യൂരിറ്റി വരെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് ഇമിഗ്രേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണല്ലോ ഈ സെക്യൂരിറ്റി ചെക്ക് വരിക. അപ്പോൾ ഞാൻ ആദ്യത്തെ കൗണ്ടറിൻ്റെ അവിടെയും ഒക്കെ ഇവരുടെ അസിസ്റ്റൻസ് ഉണ്ടായി. ഇവർ തന്നെയാണ് എൻ്റെ ബാഗേജ് പിടിച്ചതും കൗണ്ടറിൽ ലഗേജ് ബാഗൊക്കെ ഡ്രോപ്പ് ചെയ്ത്. ഇമിഗ്രേഷൻ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇമിഗ്രേഷനിൽ ഞങ്ങൾക്ക് നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല, ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ വരെയുള്ളൂ, ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ സെക്യൂരിറ്റിയുടെ അവിടെ വേറെ സ്റ്റാഫ് വന്ന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇമിഗ്രേഷനിൽ നല്ല ലോങ് ക്യൂ ഉണ്ട്, അപ്പോൾ ഇപ്പോൾ ഇത്രയും പൈസ തന്നിട്ട് അപ്പോൾ ഇവിടെ ഞാനപ്പോൾ ബാഗും കുട്ടീനെയും കൊണ്ട് ഞാൻ പിടിച്ച് നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അത് വേറെ ഓപ്ഷൻ ഇല്ല മാം, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആദ്യം നിങ്ങൾ പറഞ്ഞില്ലല്ലോ, പേയ്മെൻറ്റ് വാങ്ങുമ്പോൾ സെക്യൂരിറ്റി വരെയെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഇല്ല ഇവിടെ വരെയുള്ളൂ. ഓക്കെ, എന്നാലും ഞാനത് ഓർത്തു, ഇത്തിരി ക്യൂ അല്ലേ ഉള്ളൂ, അത് സാരമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ താര് നല്ല ഉറക്കമായിരുന്നു, ആളെയും തോളിലിട്ട് ഒരു ബാഗും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഇത്രയും ലോങ് ടൈമൊന്നും ഞാൻ അങ്ങനെ ബേബീനെ പിടിച്ച് നിൽക്കേണ്ട എനിക്ക് അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്ന ലേഡീസും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നതല്ല. പക്ഷെ എന്നാലും അങ്ങനെ നിൽക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. ഒരു 30 minutes ആയി, 45 minutes വരെ ആ ഒരു ഇമിഗ്രേഷൻ ക്യൂവിൻ്റെ അവിടെ ഞാൻ നിന്നു. അതും കഴിഞ്ഞ് സെക്യൂരിറ്റി എത്തിയപ്പോഴത്തേനും ഇവർ പറഞ്ഞ പോലെ തന്നെ അവിടെ വേറൊരാൾ വന്ന് നമ്മൾ അസിസ്റ്റ് ചെയ്തു ക്യാബിൻ ബാഗ്സിനൊക്കെ ആയിട്ട്. സോ മൈ മിസ്റ്റേക്ക് വാസ്, ഞാനൊരു സ്ട്രോളർ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് കരുതാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല,
ഇതുപോലൊരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഈ സ്ട്രോളർ ഇങ്ങനെ മടക്കി ചുരുക്കി ഓവർ ഹെഡ് ബിന്നിൽ വെച്ച് എടുക്കുമ്പോഴത്തേനും നല്ല ടൈം ഉണ്ടാവും ഫ്ലൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ അതിനുള്ള പേഷ്യൻസ് ആരും കാണിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ഇത് തന്നെ ഒരു സ്ട്രോളർ ബാഗ് തന്നെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാൻഡ് ബാഗ് തന്നെ കയറ്റി വെക്കാനായിട്ട് ഞാൻ 1 സെക്കൻഡ് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് എടുക്കുകയുള്ളൂ. അതിന് പോലും താരം സമ്മതിക്കണം. കാരണം ഷി വാസ് ലിറ്റിൽ ബിറ്റ് പാനിക് ഓഫ് സീയിങ് ഓൾ ദ പീപ്പിൾ ടുഗെദർ. അപ്പം ഞാനും അത് ഓർത്തു, അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ, അവളങ്ങനെ തനിച്ചാക്കിയിട്ട് വെക്കണ്ടല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് അവളൊന്ന് സീറ്റിൽ ഇരുത്തി എനിക്ക് എടുത്ത് വെക്കാം എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പം തന്നെ അവൾ പൊട്ടിക്കരയായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്ട്രോളർ അവോയ്ഡ് ചെയ്തത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് എനിക്ക് ഡബിൾ ട്രിപ്പിൾ ബുദ്ധിമുട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ പോകുന്ന ജേണിയിൽ. എന്നാലും അത് ഓക്കെ, അങ്ങോട്ടുള്ള ജേണി അത്ര എനിക്ക് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നില്ല, അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടിയൊന്നും വന്നില്ല. കാരണം ആ ഒരു സ്ട്രോളർ ബാഗ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബേബീനെ അതിലിരുത്തി നമുക്കിങ്ങനെ തള്ളിക്കൊണ്ട് പോവാം. അപ്പോൾ അതെനിക്ക് ഓക്കെ ആയിരുന്നു. ഫ്ലൈറ്റിൽ കയറുവോളം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ, ഖത്തർ ഫ്ലൈറ്റ്സിലെ ക്യാബിൻ ക്രൂ അറ്റ്ലീസ്റ്റ് വന്നിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു. ഞാനൊരു ക്യാബിൻ ക്രൂ ആയിരുന്നുകൊണ്ട് എനിക്ക് എല്ലാ ക്യാബിൻ ക്രൂവിൻ്റെയും ഇന്നർ വോയിസ് അറിയാം. മീൻസ് നമ്മളൊരു ബാഗിനെ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ദേഷ്യമായിരിക്കും. കാരണം ഒരു പാസഞ്ചറുടെ ഇത്രയും വലിയൊരു ബാഗ് എടുത്ത് ഓവർ ഹെഡ് ബിന്നിൽ വെക്കുന്നത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും എനിക്കും ബാക്ക് പെയിൻ ഉണ്ട്, ഇത് എന്നെ കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസും എനിക്കും അങ്ങനെ പറ്റാറില്ല. ഞാൻ ക്യാബിൻ ക്രൂ ആയിരുന്ന സമയത്തും നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഒരു കൈ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പാസഞ്ചറും നമ്മൾ ഒരുമിച്ച് തന്നെ എടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ സെയിം ഖത്തറിൻ്റെ ക്രൂ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാം ഐ ക്യാൻ നോട്ട് ലിഫ്റ്റ് യുവർ ബാഗ് ബട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു. അത് തന്നെയാണ് എന്നോടും പറഞ്ഞത്. ഓക്കെ, ഞാനപ്പം എൻ്റെ ബാഗ് വെക്കുന്ന സമയത്ത് ആ ക്രൂ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാഗ്സ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പാസഞ്ചേഴ്സ് വെറുതെ നോക്കി നിൽക്കാന്നുള്ളൂ, അവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറില്ല. അപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരു ലേഡിയാണ് ഇതുപോലെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബേബിനെയും കൊണ്ട് പോകുന്നത്, ഇങ്ങനെ തനിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ഒരു കൈ ഞാൻ ചെന്നതിനെ ഹെൽപ്പ് ചെയ്യാതെ ഇരിക്കത്തില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളെ അല്ല ഞാൻ ചെന്നാൽ ഒബ്വിയസ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ എക്സ്പെക്റ്റേഷനാണ്. എക്സ്പെക്റ്റേഷൻ എന്നല്ല, കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ സറൗണ്ടിങ്സിൽ ഒരാൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു നിൽക്കുകയാണെങ്കിൽ ഒന്ന് ചെന്ന് ഹെൽപ്പ് ചെയ്യില്ല, ഞാനൊന്ന് സഹായിക്കാം എന്ന് പറയാനുള്ളൊരു മനുഷ്യത്വം കാണിക്കും. അതുണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞു അറൈവൽസിലെത്തി. അവിടുത്തെ എയർപോർട്ട് കുറേ നടക്കാനുണ്ട്. അറൈവൽസിലേക്ക് എത്തി, ബാഗ്സ് വന്ന്. അപ്പോൾ അവിടെ പോലും നമ്മുടെ ഈ അറൈവൽ ബെൽറ്റിൽ ഇത്രയും വലിയ ബാഗ്സ്, ഒരു ബാഗ് 25 കിലോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്ന് ഇറക്കുമ്പോൾ പോലും എന്താ പറയുക, അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല അവിടുത്തെ. അപ്പോൾ അത് ഞാനത് പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യത്തൊന്നുമില്ല, നമ്മൾ സെൽഫായിട്ട് തന്നെ എടുക്കാം. അപ്പം ഞാൻ ഇവിടെ താഴെ നിർത്തി ബാഗ്സ് ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ജേണിയിൽ എനിക്ക് കിട്ടിയ സീറ്റ് പോലും റിക്ലൈൻ ചെയ്യാത്തൊരു സീറ്റായിരുന്നു ഖത്തർ എയർവേസിൻ്റെ ഏറ്റവും ബാക്കിൽ. കൊച്ചിയിൽ നിന്ന് ഖത്തർ വരെയാണ് ആ ഫ്ലൈറ്റ്, കണക്ഷനാണ് ഈ ഫ്ലൈറ്റ്. ഖത്തർ ടു ലണ്ടൻ ഹീത്രോ അടുത്ത ഫ്ലൈറ്റ്. സോ ഈ ഖത്തർ വരെ, അതായത് ദോഹ വരെയുള്ള ഫ്ലൈറ്റ് ആകെ 4-5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ ഫ്ലൈറ്റിൽ ബാസിനറ്റ് സീറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് ബേബീനൊക്കെ എനിക്കൊന്ന് കിടത്തി റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ദോഹ എയർപോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്ക് പോയിട്ടാണ് നമ്മൾക്ക് അടുത്ത ഫ്ലൈറ്റ് കയറാൻ പറ്റുന്നത്. അപ്പോൾ കുറേ നടക്കണം. അതും ഈ ബസ്സിൽ കയറി, അതായത് നമ്മുടെ ഈ ബസ്സിൽ കയറി ഇറങ്ങി ടെർമിനൽ ചുറ്റി അങ്ങനെയാണ് പോകേണ്ടത്. അതൊക്കെ ഞാൻ പോയത് ഇവളെയും ഈ ബാഗും കയ്യിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒന്നും ഞാൻ നോക്കിയായിരുന്നു അവിടെ ഇതുപോലെ സർവീസസ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് ഞാനത് ചെയ്തേനെ. എനിക്കങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ആരും കണ്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സർവീസ് ഇവരുടെ എയർലൈൻസിൻ്റെ മോശമായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ ഒന്നും ഒരു പോർട്ടർ സർവീസോ ബാഗേജ് അസിസ്റ്റൻസിൻ്റെ ഏജൻസിയോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ ഇവളെയും കയ്യിൽ പിടിച്ചു, ബാഗ്സും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് കുറേ പോയതിന് ശേഷമാണ് നമ്മുടെ ഫ്ലൈറ്റ് ദോഹയിൽ നിന്ന് ഹീത്രോ ഫ്ലൈറ്റ് കിട്ടിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും ആ ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊണ്ട് അവിടെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് ബോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അനൗൺസ് ചെയ്യാണ്, ഈ ഫ്ലൈറ്റിൽ നിന്ന് വേഗം എല്ലാവരും ഡീബോർഡ് ചെയ്യണം, അടുത്ത ഇൻഫർമേഷൻ കിട്ടിയിട്ടേ നമുക്കിതിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ ഈ കയറിയിരുന്ന് ബാഗൊക്കെ എടുത്ത് മേളിൽ കയറ്റി വെച്ച് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ കേൾക്കുന്നത്.
അപ്പം ഞാൻ അപ്പം തന്നെ എക്സോസ്റ്റഡ് ആയത്, ഇത്രയും കൊണ്ട് നടന്ന് കയറി വന്നിരുന്നിട്ട് ഇനിയും ഞാനിത് കയറിയിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് വീണ്ടും ആ ബാഗൊക്കെ എടുത്ത്. അപ്പൊക്കെ ഈ ബാഗ് എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു മിനിറ്റ് നേരത്തേക്ക് ഇവിടെ കരച്ചില്ല. കാരണം വേറെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പേടിയുണ്ട് ഉള്ളിൽ. ഞാൻ ഇതും എടുത്ത് പിന്നെയും ഡീബോർഡ് ചെയ്ത് ഈ ടെർമിനൽ മൊത്തം നടന്ന് അവിടെ വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഫ്ലൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്തു നിങ്ങൾക്ക് ബോർഡ് ചെയ്യാൻ സേഫ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും തിരിച്ച് ആ ഫ്ലൈറ്റിലേക്ക് വീണ്ടും ഇത്രയും നടന്ന് ബോർഡ് ചെയ്തു. അപ്പം അതൊരു സ്ട്രഗിൾ ചെയ്തതാണ്. ഇവിടെ ഒന്നും ഇത്രയും ഡിലേ ഉണ്ടായാലും, ഇത്രയും എന്താ പറയുക വെയിറ്റിംഗ് ഉണ്ടായാലും, ഇത്രയും നടക്കേണ്ടി വന്നാലും, ഇതിപ്പോൾ എയർലൈൻ്റെ മിസ്റ്റേക്കാണ്. എയർലൈൻ്റെ മിസ്റ്റേക്ക് ടെക്നിക്കൽ എറേഴ്സ്, ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഈ ഒരു ഏവിയേഷൻ ഫീൽഡിൽ നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും എസ്പെഷ്യലി എ മദർ ഇസ് ട്രാവലിംഗ് അലോൺ വിത്ത് ആൻ ഇൻഫൻറ്റ്, വേറൊരാൾ ഹെൽപ്പ് ചെയ്യാനില്ല. അപ്പം ഞാൻ ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ടൈമിൽ പോലും നമ്മുടെ എയർലൈൻസ്, നമ്മൾ ബുക്ക് ചെയ്യുന്ന ഈ ഒരു എയർലൈൻസിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഐ വാസ് വെരി 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 ടയേർഡ്. ആൻഡ് ദെൻ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം താരം ഉറങ്ങി. ആ ഫ്ലൈറ്റൊക്കെ സ്മൂത്തായിരുന്നു. എനിക്ക് ഹീത്രോ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ആ വീഡിയോയിൽ കാണാം, ഫസ്റ്റത്തെ ഷോർട്സിൽ ഞാൻ UK എത്തിയത്. ഐ വാസ് വെരി ടയേർഡ്. എൻ്റെ മുഖമൊക്കെ ഭയങ്കര ക്ഷീണിച്ച്, ഞാൻ ഭയങ്കര മൈഗ്രെയിൻ അടിച്ചാണ് അവിടെ എത്തിയത്. ആ ജേണി അങ്ങനെയായിരുന്നു. ബട്ട് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്ന ഇഷ്യൂവിലാണ് കുറേ പേരും എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ എത്തിയപ്പോഴാണ് ഡിലേ ആയത് എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയത്. ഡിലേ ആണെന്നുള്ള വിവരം. അപ്പം ഞാൻ നേരത്തെയാണ് എത്തിയത് എയർപോർട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്രയും നേരം ക്യൂവിൽ നിന്നതിന് ശേഷം ആണ് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത്, അതായത് അത് ഡയറക്റ്റ് എമിറേറ്റ്സിൻ്റെ സ്റ്റാഫല്ല, ഏജൻസി എന്തോന്ന് തോന്നുന്നു, ഇവിടെ BWFS അങ്ങനെയൊക്കെയുള്ള GG അങ്ങനെയുള്ള പോലെ തന്നെയുള്ള ഒരു ഏജൻസിയാണ്, അവിടെ ഹാൻഡ്ലിങ് ഏജൻസിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഷി വാസ് വെരി ഏജ്ഡ്. ഷി വാസ് വെരി ഏജ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. വെരി എക്സ്പീരിയൻസ് സ്റ്റാഫ്. അപ്പം കൗണ്ടറിന് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഒരു ഇൻഫർമേഷൻ ഇല്ല. ചെക്ക് ഇൻ ചെയ്യാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ഭയങ്കര സ്റ്റെയർ ചെയ്തിട്ട് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ഡു യു വാണ്ട് ടു ചെക്ക് ഇൻ റൈറ്റ് നൗ എന്ന്. ഞാൻ പറഞ്ഞു യെസ്, വാട്ട് ഹാപ്പൻഡ് പറഞ്ഞു, ദ ഫ്ലൈറ്റ് ഇസ് ഗോട്ട് ഡിലേഡ്. അത് ഭയങ്കര ഷാർപ്പായിട്ടാണ് പറയുന്നത്. ദർ ഇസ് നോ സോറി, ദർ ഇസ് നോ അപ്പോളജീസ്, ഒന്നുമില്ല. ഭയങ്കര ഷാർപ്പായിട്ട് പറയുന്നത് ഫ്ലൈറ്റ് ഇസ് ഗോട്ട് ഡിലേഡ്, യു ക്യാൻ ചെക്ക് ഇൻ ആഫ്റ്റർ സം ടൈംസ്. ഞാനപ്പോൾ പറഞ്ഞു ഇത് ഒരു പ്രയർ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഐ ആം ട്രാവലിംഗ് വിത്ത് ആൻ ഇൻഫൻറ്റ്. എനിക്ക് അപ്പോൾ ഇത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേനും എന്താ ചെയ്യേണ്ടത്, എന്താ സൊല്യൂഷൻ, എത്രയും ബാഗ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഡോണ്ട് നോ ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഷോക്കായി, എന്താ ഈ പറയണേന്ന്. എന്നിട്ട് ലിറ്ററലി ഞാൻ ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നിന്നു 5 മിനിറ്റ്. വേറെ ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമെന്ന് ഓർത്തിട്ട് ആരും ഉണ്ടായിരുന്നില്ല അവിടെ ബാഗേജ് അസിസ്റ്റൻസിൻ്റെ കൗണ്ടറിൻ്റെ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും യൂട്ടിലിറ്റി ഹാൻഡ്ലേഴ്സൊക്കെ അവിടെ ഉണ്ടാവും, നമ്മളൊന്ന് ബാഗ്സ് എടുത്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യാനും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, അതുപോലും ഇല്ല അവിടെ. അപ്പം ഞാൻ ഷോക്കായി. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ എന്നിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ ഇങ്ങനെ ചോദിച്ചു, കുറച്ച് സ്ട്രോങ് ആയിട്ട് ചോദിച്ചു, ഞാൻ ഒരു കുട്ടീനെ കൊണ്ട് തനിയാണ്, ഞാൻ എവിടെ ഇരിക്കേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഓൾ ദ പാസഞ്ചേഴ്സ് ആർ സെയിം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഷോക്കായി. അതും ലിറ്ററലി ആ കൗണ്ടറിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത് ഓൾ ദ പാസഞ്ചേഴ്സ് ആർ സെയിം എന്ന്. ഞാനപ്പോൾ വിചാരിച്ചു എമിറേറ്റ്സിൻ്റെ സർവീസ് എത്ര നല്ല സർവീസ് എന്ന്. അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് പറഞ്ഞപ്പോൾ, എമിറേറ്റ്സിൻ്റെ സ്റ്റാഫ് വിശ്വസിച്ചു എന്ന്. എമിറേറ്റ്സിൻ്റെ സ്റ്റാഫല്ല, എമിറേറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസിയിലെ സ്റ്റാഫാണിത്. അപ്പം എന്നാൽ പോലും എമിറേറ്റ്സിൻ്റെ സർവീസ് ആണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഹാൻഡ്ലിംഗ് ഇല്ലാതെ ഒരു ഇത് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ അവിടെ ആർഗ്യൂ ചെയ്യാൻ പോലും നിന്നില്ല. ഞാൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർവൈസർ ഇറങ്ങി വന്നിട്ട് എൻ്റെ ബാഗ്സ് ഒന്ന് നീക്കി വെച്ച് തന്നു. ആ തള്ളുന്ന ട്രോളി ബാഗ് ഒന്ന് നീക്കി വെച്ച് തന്നിട്ട് പറഞ്ഞു മാം യു വെയിറ്റ് ഹിയർ എന്ന് പറഞ്ഞു. അതേപോലെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്താ ചെയ്യുക, അവിടെ ഒരു ലേഡി, അതിൻ്റെ പാസഞ്ചർ ലേഡി, കൊച്ചിയിൽ നിന്ന് തന്നെയുള്ളൊരു ലേഡിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മാം ആർ യു ഓക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്. എനിക്ക് ആ സമയത്ത് അങ്ങനെ സിമ്പത്തി എമ്പത്തി അതൊന്നല്ലായിരുന്നു. എനിക്ക് അതൊക്കെ വളരെ നല്ല കാര്യം. അവർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, അറ്റ്ലീസ്റ്റ് ആ ഒരാൾക്ക് അത്രയും നല്ലൊരു മനസ്സാക്ഷി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് അത് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ മാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞും പുള്ളിക്കാരി അങ്ങോട്ട് പോയി. ഞാൻ അപ്പം തന്നെ തിരിച്ച് വീണ്ടും നിധീനെ വിളിച്ചു. ഞാൻ അപ്പോഴേക്കും ഞങ്ങളവിടെ ആക്കി ഒന്ന് പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോഴത്തേക്കും കോൾ ചെയ്തപ്പോഴത്തേനും ആൾ തിരിച്ചു വരാൻ നോക്കിയിട്ട് പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. ഒരു ഹാഫ് ആൻ അവറിൽ ആൾ തിരിച്ചെത്തി. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നല്ല ഡിലേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഇവരൊന്നും പറയുന്നില്ല, ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല, ഡിലേ ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ഡിലേ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മെയിൽ റിസീവ് ആയി 4 hours ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ട്. അത് ബർഗർ കിങ് അതേപോലെ കഫേ കോഫിയുടെ ഇവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കോഫിയോ സ്നാക്സോ നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു ഇതാ ഇത്രയും ടൈം ഡിലേ ഉണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇനി വേറെ ഓപ്ഷൻ ഇല്ല. അപ്പിച്ചാനും കൂടെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിൻ്റെ ടൈം ആവാറായപ്പോഴത്തേക്കും ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. സെയിം ആസ് ഞാൻ നേരത്തെ എങ്ങനെ വന്നോ അതേപോലെ തന്നെ ഒരു കയ്യിൽ കുട്ടി, ഒരു കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ സ്ട്രോളർ ബാഗ്, ഇതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോവാം. അപ്പോൾ കുറച്ച് നേരം ഞാൻ ചാരുവിനെ അതിലിരുത്തിയായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് ഉറക്കം വരും, ആളെൻ്റെ തോളിൽ കയറും, ഇങ്ങനെയായിരുന്നു. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി ചെക്കിൽ മാത്രം കുറച്ച് ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ആ സെക്യൂരിറ്റി ചോദിച്ചു, അതായത് നമ്മുടെ ഇവിടുത്തെ CISF പോലെ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, മാം ആർ യു ട്രാവലിംഗ് അലോൺ? ഐ സെഡ് യെസ്. ആ ലേഡി വന്നിട്ട് എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബേബീനെ സ്കാൻ ചെയ്യുന്ന സമയത്തും ഷീ വാസ് ക്യാരിയിങ് ഹെയർ. അപ്പോൾ ആൾ നല്ല വാശിയിൽ നല്ല ഉറക്കെ കയറിയാണ്, ആൾക്ക് ഈ ആളെ പരിചയമില്ലാത്തതായിരുന്നു. എന്നാലും ആ ഒരു ഹാൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്, ഇറ്റ് വാസ് ഗുഡ്. ബട്ട് അതിന് മുൻപ് ഈ ഒരു ഹാൻഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഈ രണ്ടാമത് ബോർഡിങ്ങിന് ചെക്കിന് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൗണ്ടേഴ്സ് ഓപ്പൺ ആയി നമ്മുടെ ബാഗ്സ് ഇടണമല്ലോ. അവിടെയും ഈ ലഗേജ് ബാഗ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത് ചോദിച്ചു, ബാഗേജ് അസിസ്റ്റൻസ് തരുമോ, എനിക്ക് ഈ ബാഗ്സ് തനിയെ എടുത്ത് ഈ ബെൽറ്റിലേക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വി ഡോണ്ട് ഹാവ് എനി സ്റ്റാഫ്സ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു ബാഗ് തനിയെ 25 കിലോളം വരും, ആ ഒരു ബാഗ് തനിയെ ഒരു കയ്യിൽ പിടിച്ച് കിടത്തിയിട്ട് മറിച്ച് അല്ലാണ്ട് എടുത്ത് പൊക്കാൻ ഞാൻ ബാഹുബലിയൊന്നും അല്ലല്ലോ, ഉരുട്ടി മറിച്ച് ബെൽറ്റിലോട്ട് കയറ്റിയിട്ട്. അത് കണ്ടുകൊണ്ട് ഒരു മലയാളി പയ്യൻ വന്നിട്ട് എക്സ്ക്യൂസ് മീ മാം ഡു യു നീഡ് എ ഹാൻഡ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് സങ്കടം അങ്ങോട്ട് പൊട്ടുകയായിരുന്നു, സങ്കടവും സന്തോഷവും വന്നു. കാരണം വേറെ ആരും നോക്കിയൊക്കെ ഒരാൾ ഹെൽപ്പ് ചെയ്തില്ല, ആ പയ്യൻ വന്നിട്ടാണ് ഡു യു നീഡ് എ ഹാൻഡ് എന്ന് ചോദിച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ ബാഗ് എടുത്തു വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. ഐ വാസ് ലിറ്ററലി എന്താ പറയുക, ഞാനവിടെ ഡ്രെയിൻഡായി എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോയായിരുന്നു. ആൻഡ് ദെൻ എന്നിട്ടാണ് ഈ സെക്യൂരിറ്റി ചെക്ക് വന്നത്, അവിടെയും എന്നെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് എത്താനായിട്ട് ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും എഗെയിൻ ഡിലേ. അതും 2 മണിക്കൂർ അവിടെ ഇരുന്ന് മടുത്തു. ഈ ഓരോ സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തൊരു കാര്യം, ഏവിയേഷനാണ്, ഫ്ലൈറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതല്ലേ, ഇതൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഓക്കെ. ഞാൻ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡിലേസ് വരാം, ടെക്നിക്കൽ എറേഴ്സ് വരാം, കാരണം ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ സേഫ്റ്റിക്ക് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഡിലേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാനത് സ്ട്രഗിളൊക്കെ ഓക്കെ എന്ന് വിചാരിച്ചു. ഫീഡിങ് റൂം ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അവിടെ പോയി ഫീഡ് ചെയ്യാൻ പറ്റി, അത്യാവശ്യം ഫുഡൊക്കെ കൊടുക്കാൻ പറ്റി, അവൾ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ബട്ട് ഫ്ലൈറ്റ് ഫൈനലി അത് ഡിപ്പാർട്ട് ചെയ്ത് ദുബായ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടായിരുന്നു. കാരണം ഓൺ ടൈമിലല്ല നമ്മുടെ ഈ ഫ്ലൈറ്റ് എത്തിയത്, അതുകൊണ്ട് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് അത് നേരത്തെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ദുബായ് കണക്റ്റിലെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പിന്നത്തെ ഫ്ലൈറ്റ് അവർ എനിക്ക് തന്നത് നെക്സ്റ്റ് ഡേ 3 AM, അതായത് ഞങ്ങൾ അവിടെ രാവിലെ ഒരു 5 മണി 4 മണി 5 മണി ആയപ്പോഴേക്കും എത്തി വെളുപ്പിന് ദുബായിൽ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇനി അടുത്ത ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണെന്ന് പറഞ്ഞു, 3 AM. അപ്പം ഞാൻ അവരോട് പറഞ്ഞു അത്രയും എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തന്നെ തലേദിവസം ബുക്ക് ചെയ്ത് പിറ്റേ ദിവസത്തെ ഈ ഫ്ലൈറ്റിനാണ് വരുന്നത്. അതിൻ്റെ കാരണം താരു വാസ് നോട്ട് ഫീലിംഗ് വെൽ, അത്ര ഓക്കെ ആയിരുന്നില്ല ആൾക്ക് ചെറിയൊരു പനി കോൾഡൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ വലിയ ഫുഡൊന്നും അവിടുത്തെ ആൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം ഉണ്ടാക്കിയൊക്കെ കൊടുക്കാറ് അവിടെ ചെന്നിട്ട്, പക്ഷെ എന്നാലും അവൾക്ക് അത് ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ റിട്ടേൺ പോകുന്നത്. അത് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെനിക്ക് ആ ഫ്ലൈറ്റ് നേരെ 11 PM ഡിപ്പാർച്ചറിനാക്കി തന്നു. അപ്പം ഞാനത് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇവിടെയെങ്കിലും ബാഗേജ് അസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം പറ്റാണ്ടായി എന്നെ കൊണ്ട്, ഒരമ്മ തനിയൊരു കൊച്ചിനെയും കൊണ്ട് എന്തോരം ദൂരം എന്ന് വെച്ചുകൊണ്ട് ഇത്രയും ചുവന്നുകൊണ്ട് കിടക്കാൻ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു പിക്ക് അപ്പ് ദ ബാഗ്സ്.
അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടെ അങ്ങനെ അസിസ്റ്റൻസ് ഒന്നുമില്ല, നമുക്ക് അങ്ങനെ സ്റ്റാഫ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും, നിങ്ങളുടെ ബാഗ്സ് ഹോട്ടൽ റൂമിൽ, അതായത് നിങ്ങളിപ്പോൾ ലേ ഓവറിൽ നിൽക്കാൻ പോകുന്ന, ലേ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിലേ കാരണം കൊണ്ട് അവർ തരുന്ന ഹോട്ടൽ അക്കോമഡേഷനിലേക്ക് അവർ ഡെലിവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സോ ഹാപ്പി ഫോർ ദാറ്റ്. ഞാനപ്പോൾ അവരോട് ഭയങ്കരമായിട്ട് താങ്ക് യു പറഞ്ഞു, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ഒരു ഹെൽപ്പ് ചെയ്യാൻ ആളില്ലല്ലോ. അപ്പം ഞാൻ അത്രയും അവരുടെ അടുത്ത് താങ്ക് യു പറഞ്ഞ് അവരെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. വിസയ്ക്ക് വേണ്ടി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് എക്സിറ്റ് അടിച്ചത്. എക്സിറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ബസ്സിലാണ് നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നത്. ആ ബസ്സിൽ കയറുമ്പോൾ പോലും ഞാൻ ഒരു സ്റ്റെപ്പ് കയറി, ഒരു കയ്യിൽ കുട്ടിയും ഒരു കയ്യിൽ സ്ട്രോളർ ബാഗായിട്ട് കയറുകയാണ്. മറ്റേ ഇങ്ങനെ ഒരു കയ്യിൽ കുട്ടി വരില്ലേ, അതിൽ പോലും ഒരു മനുഷ്യരും മലയാളികളോ അല്ലെങ്കിൽ ആരും നമ്മളെ അങ്ങനെ ഒരു കയ്യിൽ പിടിച്ച് സഹായിച്ചില്ല. അപ്പം ഞാൻ ഓർത്ത് ഇത് എന്തൊരു ജേണിയാണ്, ഇത് എന്തൊരു മനുഷ്യരാണെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ പോകുമ്പോൾ ഒരു പെൺകുട്ടി, അത് നോർത്ത് ഇന്ത്യൻ ആണ്, പുള്ളിക്കാരി എൻ്റെ പുറകിൽ വന്നു നിന്നിട്ട് ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ട് ആളാണ് അവിടെയും എന്നെ ഹെൽപ്പ് ചെയ്തത്. ആ ബാഗ് ഒന്ന് പിടിച്ച് തന്നിട്ട്, പിടിക്കാന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോൾ ഞാൻ കയറി, എന്നിട്ട് ആ ബാഗ് എടുത്തു. അങ്ങനെ അപ്പം അതിൽ ഞാൻ തീരുമാനിച്ചു ഇനി തനിയെ ബേബിനെയും കൊണ്ട് ഞാൻ എവിടെയും പോവില്ല. കാരണം അതോടുകൂടി എനിക്ക് മതിയായി. മേ ബി എൻ്റെ അന്നത്തെ ഒരു ബാഡ് ഡേ ആയിരിക്കാം, എനിക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നിരിക്കില്ലായിരിക്കാം. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കുക, ഈ പെണ്ണി കൊച്ചും പെട്ടിയും പാണ്ടൊക്കെ ആയിട്ട് ഇത് എവിടെ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുക. സ്റ്റിൽ ഐ ആക്സെപ്റ്റഡ് ദാറ്റ്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെന്തെങ്കിലും വിചാരിക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ അവരോട് ചോദിച്ചു എൻ്റെ ലഗേജ് ബാഗ്സ് അവർ ഇവിടേക്ക് ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എടുത്ത് ഒരു ഏകദേശം എപ്പോൾ അല്ലെങ്കിൽ എത്ര ടൈം എടുക്കും എൻ്റെ ബാഗ്സ് കിട്ടാനായിട്ടെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു മാം ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഫ്രീ ആവും, റിലാക്സ് ആവും, അപ്പോഴത്തേക്ക് നമ്മൾ അവരെ കോൾ ചെയ്ത് തരാം, മാം ആണ് സംസാരിക്കേണ്ടത്, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ബാഗിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്ന് റിസപ്ഷനിലെത്തി ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞത് എൻ്റെ നെഞ്ചത്തൊരു കല്ല് വീഴുന്ന പോലെയായിരുന്നു, ആ ബാഗ്സ് ലണ്ടനിൽ വെച്ച് തന്നെ ഓഫ്ലോഡ് ചെയ്തു എന്ന്. അപ്പം ഞാൻ ഷോക്കായി. ഓഫ്ലോഡ് ചെയ്യുക, എനിക്ക് അങ്ങ് ഇറിറ്റേഷനായി. കാരണം ഫ്ലൈറ്റ് ഡിലേ, ഇത്രയും മണിക്കൂർ ട്രാവൽ, എങ്ങനെയൊക്കെയാണ് ഞാൻ ഹോട്ടൽ റൂമിൽ എത്തിയത്. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പറയാണ് ആ ബാഗ്സ് അവിടെ ഓഫ്ലോഡ് ചെയ്തു എന്ന്. അതോടുകൂടി എൻ്റെ കിളിയൊക്കെ പാറി. ഞാനപ്പോൾ ചോദിച്ചത് എന്തിങ്ങനെ പറയുന്ന, ഒരു ബാഗ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, കുറച്ച് ക്ലോത്ത്സും കുറച്ച് കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂല്ലോ, ഇതിൽ ഓഫ്ലോഡ് ചെയ്യാൻ മാത്രം ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഇൻഫർമേഷനേ കിട്ടിയിട്ടില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് ദുബായിൽ ഇവിടെ കണക്റ്റിൽ വെച്ച് പറഞ്ഞത് ഹോട്ടൽ റൂമിലേക്ക് ഡെലിവറി ചെയ്യാം എന്നല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു സോറി മാം, സോറി, ഇതിങ്ങനെയാണ് അവസ്ഥ, എന്തായാലും ഞങ്ങളൊന്ന് റീചെക്ക് ചെയ്യട്ടെ, വി വിൽ കോൾ യു ബാക്ക് ഇൻ 5 minutes or 10 minutes എന്ന് പറഞ്ഞു. ശരി, ഞാനിവിടെ 5 minutes വെയിറ്റ് ചെയ്തു, 10 minutes വെയിറ്റ് ചെയ്തു, കോളൊന്നും വന്നില്ല. അപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞു മാം റൂമിലേക്ക് പോയിക്കോ, കുറച്ച് നേരം ഒരു 1 hour കഴിഞ്ഞിട്ട് മാം ഒന്നും കൂടെ വന്ന് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ, എൻ്റെ മൊബൈലിൽ നിന്ന് വിളിക്കാൻ എനിക്ക് ദുബായിൽ സിമ്മില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇവരുടെ കോള് കണക്റ്റ് ആവില്ല. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വേറെ ടോൾ ഫ്രീ നമ്പറോ വാട്സപ്പ് നമ്പറോ വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് മെയിൽ അയക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. മെയിൽ ID പോലും ഇല്ല മെയിൽ അയക്കാനായിട്ട്. പിന്നെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരു കോണ്ടാക്ട് ചെയ്യാൻ ഒരു പാസഞ്ചറിന് പറ്റുന്നില്ല. അതാണ് അവിടുത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് എറർ. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക? താഴെ റിസപ്ഷനിലെത്തി റിസപ്ഷനിൽ നിന്ന് വേണം കോൾ ചെയ്യാനായിട്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും അപ്പോൾ ഉറങ്ങണില്ല, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ബേബിയുടെ കുറച്ച് ഒരു പൗഡറിലാക്കിയിട്ട് ഞാൻ സെറിലാക്ക് പൗഡറും അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം അവൾക്ക് വേണ്ട കുറച്ച് മെഡിസിൻസും ഞാൻ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാബിൻ ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങളാണ് എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇവർ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി എക്സ്ട്രാ ക്ലോത്ത്സ് എല്ലാം ക്യാരി ചെയ്യണം. യെസ്, ഐ നോ ദാറ്റ്. പക്ഷേ ഇത്രയും ഒരു ജേണിയിൽ എനിക്ക് ബേബീനെ ഇത്രയും സാധനങ്ങളും കൊണ്ട് തന്നെ എനിക്ക് എടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവളുടെ എക്സ്ട്രാ ക്ലോത്തും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ എക്സ്ട്രാ ക്ലോത്ത്സ് ഒന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം എന്നാലും ഡിലേ വന്നാലും ഓക്കെ, ഒരു ഡേ കഴിഞ്ഞാലും ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ബാഗ് കിട്ടുമല്ലോ, അതാണ് നമ്മളുടെ മെൻറ്റാലിറ്റിയിൽ. പക്ഷേ ഞാൻ തിരിച്ചു ചെന്ന് കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ് മാം ഓഫ്ലോഡൊന്നും ചെയ്തിട്ടില്ല, ബാഗ് ഇവിടെ തന്നെ ഉണ്ട്, ദുബായ് എയർപോർട്ടിൽ തന്നെ ഇരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു സ്ട്രെസ് ഒരു പാസഞ്ചറിന് കൊടുക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ? പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു.
അപ്പോൾ അവർ അപ്പോളജൈസ് ചെയ്തു ഫോണിൽ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, എൻ്റെ ബേബി ഷി വാസ് നോട്ട് ദാറ്റ് ഫീലിംഗ് വെൽ, മെഡിസിൻസ് അതിനകത്തുണ്ട്, എൻ്റെ കയ്യിൽ മെഡിസിൻസ് ഉണ്ട്, എന്നാലും ഞാൻ അതിനകത്ത് കുറേ കൂടെ സാധനങ്ങൾ, അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ ലഗേജ് ബാഗിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പേഴ്സണൽ ബിലോങ്ങിങ്സ് എനിക്ക് അത്ര നീഡി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ വാസ് ഓൺ പീരീഡ്സ്. ആ ഒരു പീരീഡ്സ് ടൈമിൽ ഞാൻ എൻ്റെ എക്സ്ട്രാ ക്ലോത്ത്സ് എടുത്തില്ല എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സ്ട്രാ ക്ലോത്ത്സ് അത് വേണം, അതേപോലെ തന്നെ ബേബിയുടെ എക്സ്ട്രാ ക്ലോത്ത്സ് റൂമിൽ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഒരു നല്ല പെയർ ഓഫ് സെറ്റ് ഞാൻ ക്യാബിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അതിനകത്താണ്, എനിക്ക് അതുകൊണ്ട് അത് വേണം എന്ന് പറയാം. പക്ഷെ ഇതൊന്നും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഓൾറെഡി ദേ പ്രോമിസ് മീ ദാറ്റ് ദേ വിൽ ഡെലിവറി ടു മൈ ഹോട്ടൽ റൂം. പിന്നെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്നാലും ഞാൻ അവരോട് പറഞ്ഞു ഇതെൻ്റെ റിക്വസ്റ്റ് ആയിട്ട് കാണണം, എനിക്ക് എങ്ങനെയും എനിക്ക് എൻ്റെ ബാഗ് തരണം, എൻ്റെ അടുത്ത് ഓൾറെഡി പ്രോമിസ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു യെസ് മാം വി വിൽ ഡു ദ നീഡ്ഫുൾ എന്ന് പറഞ്ഞു. 5 hours വെയിറ്റ് ചെയ്തു, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെ വെയിറ്റ് ചെയ്തു. ലഞ്ച് കഴിക്കാറായി, ബ്രേക്ക്ഫാസ്റ്റിന് പോയി ഞാൻ ലഞ്ച് കഴിക്കാറായിട്ടും എൻ്റെ ബാഗ്സ് അവിടെ എത്തിയിട്ടില്ല. എഗെയിൻ ഐ കോൾ ദം. എൻ്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഭയങ്കര മോശം കസ്റ്റമർ സർവീസാണ്, ഇതുവരെ എൻ്റെ ബാഗ്സ് എത്തിയിട്ടില്ല. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഞാനിങ്ങനെ മെഡിസിൻസ് എനിക്ക് വേണം, ബേബിയുടെ എക്സ്ട്രാ ക്ലോത്ത്സ് അതിൽ കുറേ ഉണ്ട്, എൻ്റെ എക്സ്ട്രാ ക്ലോത്ത്സ് എനിക്ക് വേണം, ഞാൻ പീരിയഡ്സിലാണ്, ഒക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞിട്ടും നോ റെസ്പോൺസ്. അതിന് അവരാകെ തരുന്നത് ആദ്യത്തെ മെസ്സേജ് ഓട്ടോമാറ്റഡ് റിപ്ലൈ ആണ്, താങ്ക്സ് ഫോർ കോൺടാക്ടിങ് എമിറേറ്റ്സ് എന്നോ അങ്ങനെ എന്തോ, താങ്ക്സ് ഫോർ മെസ്സേജിങ്. അതങ്ങനെയാണ് വരിക. അത് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് റൂം നമ്പർ ചോദിച്ചു. ഞാൻ റൂം നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു 4 hours ബാഗ്സ് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു, ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാത്തിരുന്ന് ബാഗ്സ് വരണത് നോക്കി കാത്തിരുന്ന് നേരം 6 മണിയാവാറായി. കാരണം എൻ്റെ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ട് റെഡി ആവേണ്ട ടൈം ഏകദേശമായി, ബസ് വരാൻ ടൈമായി, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ എത്തി. അപ്പം എനിക്ക് ഉറപ്പായി ഇനി എൻ്റെ ബാഗ് കിട്ടാൻ പോകുന്നില്ല, എനിക്ക് ഉറപ്പായി. ഞാൻ വേഗം താരൂനെ ഒന്ന് ഫ്രഷ് ആക്കി, ആളുടെ കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം സാധനങ്ങൾ ക്യാബിൻ ബാഗിലുണ്ടായിരുന്നുകൊണ്ട് അവളെ ഒന്ന് റെഡിയാക്കി ഞാൻ പോയി ഷവർ ചെയ്ത് ഇട്ട അതേ ക്ലോത്ത്സ് തന്നെ ഇടേണ്ടി വന്നു. ഇട്ട ക്ലോത്ത്സ് തന്നെ ഇട്ട് ഞാൻ തിരിച്ച് റിട്ടേൺ പോരാനായിട്ട് താഴെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞു മാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ബാഗ്സ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത്, കിട്ടിയില്ലല്ലേ എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. ഇല്ല, അപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ ഓൺ എക്സ്പെൻസ് എടുത്ത് ടാക്സി ബുക്ക് ചെയ്യണം, അത് നിങ്ങൾക്ക് റിയംബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ആ ഹോട്ടൽ റൂമിൽ ഇരുന്ന നേരം താഴെ പോയി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ എക്സ്ട്രാ ക്ലോത്ത്സും കാര്യങ്ങളൊന്നും ഇവിടുത്തെ സ്റ്റോഴ്സിലില്ല, അത്യാവശ്യം വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോകണമെന്ന്. ഇത് തന്നെ ഇത്രയും ദൂരം ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് തനിയെ വന്ന് ഞാൻ ഇനി ഇവിടെ നിന്ന് തനിയെ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോകണ കാര്യം. അതും കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു, പുറത്ത് കുറേ ഷോപ്സ് ഉണ്ട്, മാളുണ്ട്, പോയി വാങ്ങിച്ചുകൂടെയെന്നൊക്കെ. അപ്പം ഞാൻ എന്നൊക്കെ ഇതിനെ കൊണ്ട് ഇനി ഞാനിത് മൊത്തം ചുറ്റണ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞാൻ അതുകൊണ്ടാണ് അതിന് മെനക്കെടാതിരുന്നത്. എന്നെക്കൊണ്ട് പറ്റില്ല ഇതിനെ തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ അതിനെ കുറേ സ്ട്രഗിൾ ചെയ്യിപ്പിക്കണം, അതിന് ഓൾറെഡി വയ്യ, പിന്നെ ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ നടക്കുക. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. ദെൻ അവിടെ നിന്ന് പോകുമ്പോഴും ബസ്സിലേക്ക് പോകുന്ന വഴിക്ക് പോലും ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല, അവർ ജസ്റ്റ് കൈ കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ. ബസ്സിൽ കയറുമ്പോഴും അവിടെ ബസ് ഇറങ്ങി ചെക്ക് ഇൻ ചെയ്യാൻ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇതാണ് ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഇത് ഒരു ബാഗ്സും ഡെലിവറി ചെയ്തില്ല ഒക്കെ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയാം ബാഗ്സ് ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ ലോഡ് ചെയ്തിട്ടുണ്ട് മാം എന്ന്. അപ്പം എങ്ങനെയുണ്ട്? അപ്പം ഞാൻ ഓക്കെ, അത് ഞാൻ ഇപ്പോൾ ആ വീഡിയോയിൽ കാണാം, ഞാൻ അതിലൊന്നും സെഡ് ആവാണ്ട് ഞാനിങ്ങനെ എന്തിന് ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. ആ ഒരു എക്സ്പ്രഷനിലാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത്. ഫ്ലൈറ്റ് എത്തി, അവിടെ ആ ഫ്ലൈറ്റും ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് ദുബായ് ടു കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ കൊച്ചിൻ അറൈവൽ എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം കൊച്ചിൻ അറൈവലിൽ നിന്ന് ബഗ്ഗിയൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ അസിസ്റ്റൻസ് എടുത്ത പോലെ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളായത് നാടെത്തിയപ്പോഴാണ്. കൊച്ചിൻ അറൈവൽ എത്തിയപ്പോൾ ബഗ്ഗിയൊക്കെ വന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ബഗ്ഗിയിലാണ് ഇമിഗ്രേഷൻ വരെ പോയത്. ഇതൊന്നും അവിടെ ഇല്ല, അവിടെ നമുക്ക് തരുന്നില്ല. അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതെന്താണ് ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ട് തനിയെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അസിസ്റ്റൻസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ എൽഡർലി പാസഞ്ചേഴ്സിന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് കൊടുക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചു. അവിടെ ബഗ്ഗിയിൽ നിന്ന് തന്നെ ഇമിഗ്രേഷനിലാക്കി, അതെൻ്റെ ഷോർട്സ് വീഡിയോയിൽ കാണാം, ഞാനൊരു സൈഡിൽ വാവേനെയും കൊണ്ട് ഇങ്ങനെ പോകുന്നത്.
അപ്പോൾ അവിടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ അറൈവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ പാക്കേജ് അസിസ്റ്റൻസിന് ആരെങ്കിലും കിട്ടുമെന്ന് വെച്ചപ്പോൾ മാം ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് അങ്ങ് അറ്റത്താണ്. പിന്നെ ഞാൻ ഓർത്തി എന്തായാലും ഇത്രയും ദൂരം എനിക്ക് തനിയെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ ഇനിയിപ്പോൾ ഈ അറൈവൽസിൽ നിന്ന് ജസ്റ്റ് ഇതിൻ്റെ എക്സിറ്റ് വരെ ഇനിയിപ്പോൾ എനിക്ക് 3000 രൂപ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ വരവ് സത്യം പറഞ്ഞ എനിക്ക് വീഡിയോ ഞാൻ അത് അപ്പൂസിനോട് എടുക്കാൻ പറയണമെന്ന് വിചാരിച്ചത് അറൈവലിൽ നിന്ന്. പക്ഷെ അവൻ്റെ അടുത്ത് ആ സമയത്ത് ഫോൺ വിളിക്കാൻ പറ്റണ്ടായിരുന്നില്ല. 2 വലിയ സ്ട്രോളേഴ്സ് എൻ്റെ ഹാൻഡിൽ ഒരു കയ്യിൽ കുഞ്ഞി സ്ട്രോളർ താരൂന് ഇരുത്തി കൊണ്ടുവന്നത്. അതിനകത്ത് താരൂന് ഇരുത്തി ഇങ്ങനെയാണ് ഞാൻ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഷോർട്സിൻ്റെ എൻഡാണ് നിങ്ങൾ അതിൽ കണ്ടത്. സോ ദിസ് ജേർണി വാസ് റിയലി പത്തറ്റിക്. ഇനി നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. ഇനിയിപ്പോൾ എൻ്റെ ജേണിയുടെ എക്സ്പീരിയൻസ് ഇതാണ്. ഇതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തത്, നിനക്കിപ്പോൾ എന്താ ബാഗ്സ് പിടിക്കാനായിട്ട് ഒരാൾ വേണമായിരിക്കും അല്ലേ, നിങ്ങൾക്ക് വീഡിയോ എടുക്കണതിന് കുഴപ്പമില്ല. വീഡിയോ ഒന്നും അതിൽ മര്യാദയ്ക്ക് എടുത്തിട്ടേ ഇല്ല. ഒരു കുഞ്ഞു ഷോർട്സ് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടും ഇങ്ങനെയാണ് ഒന്ന് എടുക്കണം, അപ്പോൾ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യും. അപ്പോൾ ബാഗ്സ് പിടിക്കാനായിട്ടെന്നുള്ള ഇതിലെ കൺസെപ്റ്റിലല്ല, അങ്ങനെ ഒരു ആളേ അല്ല. എനിക്ക് കാശ് കൊടുത്ത് പോർട്ടർ സർവീസ് എടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെയൊക്കെ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ കാശ് കൊടുത്ത് ഞാൻ പോർട്ടർ സർവീസ് വെക്കണേന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത് അതുകൊണ്ടല്ല. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വരണം. ഒരു കയ്യിൽ തനിയെ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുള്ള അസിസ്റ്റൻസ് പോലും ഞാൻ ചോദിച്ചത്. അല്ലാതെയുള്ള ഒരാൾ വന്ന് എൻ്റെ ബാഗ് പിടിച്ചുകൊണ്ട് പോകണം, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ യാത്ര, അങ്ങനെ ഞാൻ അതിൽ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതിന് പോലും അവിടെ ആൾക്കാരില്ല എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ഷോക്കായത്. അതേപോലെ എമിറേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്രയും കസ്റ്റമർ സർവീസിൻ്റെ ഭയങ്കര മോശം ബിഹേവിയർ. ഹോട്ടലിലിരുന്ന് ഇത്രയും റിക്വസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പോലും, ആ റെസ്റ്റ് പീരീഡിലൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ ആക്സ് നോക്കിയിരുന്നത്. എൻ്റെ പേഴ്സണൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലും എനിക്ക് എടുക്കാൻ പറ്റാതെ വന്നു. അതുപോലെ എനിക്ക് കിട്ടിയില്ല. അവിടെ ബേസിക് നീഡ്സ് ആണ് ഇതൊക്കെ. ഒരു പ്രോമിസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനത് അവിടെ ബാഗ് എടുക്കാണ്ട് പോകുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് ഞാനത് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്നേനെ അവിടെ അറൈവൽസിൽ. ഇത് അവർ ഹോട്ടലിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 2 ബാഗ്സ് ഞാൻ അറൈവൽ ബെൽറ്റിൽ നിന്ന് എടുക്കാതെ പോകുന്നത്. കാരണം ഈ ഒരു കുഞ്ഞു ബാഗും കുട്ടീനെയും കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഈ 2 വലിയ ലഗേജും കൂടെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞതുകൊണ്ട് മാത്രം അതവിടെ വെച്ചിട്ട് പോകുന്നത്. ബട്ട് ഇനി ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവില്ല. സോ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് തനിയെങ്കിൽ ബി കെയർഫുൾ ആൻഡ് ബി പ്രിപ്പയർ ഫോർ ഓൾ ദീസ് തിങ്സ്. അതേപോലെ പ്രിക്കോഷൻസ് എടുക്കുക, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. കുറേ പേര് പോസിറ്റീവ് കമൻസ് ഇട്ടുണ്ട്. എമിറേറ്റ്സ് ജേർണി വാസ് റിയലി ഗുഡ്, എമിറേറ്റ്സിൻ്റെ കസ്റ്റമർ സർവീസ് വാസ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടാവാം, മേ ബി മൈ ബാഡ് ഡേ, അതായിരിക്കാം എൻ്റെ ആ ഒരു മോശം ദിവസം ആണ്, അതായിരിക്കാം അതങ്ങനെ വന്നത് എന്ന് വിചാരിക്കുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്.